PV അൻവറിനെയും CK ജാനുവിനെയും UDF-ൽ അസോസിയേറ്റ് അംഗങ്ങളാക്കും. കൊച്ചിയിൽ ചേർന്ന UDF യോഗത്തിലാണ് തീരുമാനം. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാമരാജ് കോൺഗ്രസിനെ കൂടി മുന്നണിയിലേക്ക് എടുക്കുമെന്ന് VD സതീശൻ പ്രഖ്യാപിച്ചെങ്കിലും UDF-ലേക്ക് ഇല്ല എന്ന നിലപാടിലാണ് പാർട്ടി. നിരന്തരം ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് ആവശ്യം അംഗീകരിച്ചത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. CK ജാനുവിന്റെയും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ അവർ NDA വിട്ട് UDF-ൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും UDF യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ 3 പാർട്ടികളെയും UDF-ന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ UDF ക്ഷണം തള്ളി കേരള കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്തെത്തി. ഞാനത് നിഷേധിക്കുകയാണ്. കാരണം വിഷ്ണുപുരം ചന്ദ്രശേഖരന് UDF-ൽ എടുക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടും. എന്റെ പാർട്ടിയിൽ ഒരാൾക്കും ആ അപേക്ഷ കൊടുക്കാനും പറ്റില്ല, കൊടുത്തിട്ടുമില്ല. പിന്നാലെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഇങ്ങനെ: വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഞങ്ങളോട് നിരവധി പ്രാവശ്യം എന്നെ കണ്ടിരുന്നു. അദ്ദേഹം നിഷേധിക്കുന്നില്ല. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ ചർച്ച നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം 5:42-ന് 7:41-ന് എന്നോട് വിളിച്ചിരുന്നു. അപ്പം ഞാൻ ഈ വിവരം പറയുകയും ചെയ്തു അദ്ദേഹത്തോട്. ഇന്ന് രാവിലെ അദ്ദേഹം മാറിയത് എന്താണെന്നറിയില്ല. അദ്ദേഹത്തെ ഘടകകക്ഷിയാക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഡിമാൻഡ്. അത് സത്യമാണ്. UDF തീരുമാനത്തെ PV അൻവറും CK ജാനുവും സ്വാഗതം ചെയ്തു. ഒരു നല്ല ജനാധിപത്യ സമീപനാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോ പരമാവധി ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംഭവത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 140 മണ്ഡലത്തിൽ UDF ലീഡർഷിപ്പ് അൻവർ നിങ്ങൾ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മത്സരിക്കും. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, നിങ്ങൾ ക്യാമ്പയിനർ ആയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്യാമ്പയിനറായി നിൽക്കും. മുമ്പ് പറഞ്ഞ കാര്യം യോഗത്തിന് മുന്നേ ഒന്നുകൂടി ആവർത്തിച്ച PJ ജോസഫ്, ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനത്തിനും തടയിട്ടു. മീഡിയ 1 കൊച്ചി.